ലക്ഷ്മണ ഒരു പുതിയ സംഭവം പറഞ്ഞോ? എന്താ? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ചതി ചെയ്തിട്ടുണ്ട്. ഈ മാഷന്മാർ ഇപ്പം ടൂറിന് പിള്ളേരെ കൊണ്ടുവന്നില്ലേ, അപ്പം കുട്ടികളെ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് മാഷന്മാരും അതിൻ്റെ ചിലവെല്ലാം കഴിയുന്നത്. ഇപ്പം പുതിയ തീരുമാനപ്രകാരം മാഷന്മാർ കുട്ടിയുടെ ചിലവിൽ ടൂറിന് പോകാൻ പറ്റില്ല. അവർ കണിഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയരുത്, അവർ കണിഞ്ഞു എന്ന് അങ്ങനെ പറയരുത്. ഞാൻ പറയുന്നത് ഈ മാഷന്മാർ കൊണ്ടുപോകുന്ന കുട്ടികള് നമ്മളിപ്പം നമുക്കറിയാലോ, നമ്മള് കാരണന്മാര് അവരെ വിശ്വസിച്ചാണ് കുട്ടികളെ വിടുന്നത് അല്ലേ? അതെ. അപ്പൊ അവർക്കുള്ള റിസ്ക് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? അവർ ടൂറിന് കൊണ്ടുപോകുന്നു, നേരത്തെ ഓരോ സ്ഥലങ്ങൾ ഫിക്സ് ചെയ്യുന്നു, അവർ മാഷന്മാരുടെ കൂടെ പോകുന്നു, നമ്മൾ ആ റിസ്ക് മൊത്തം കാരണം ഒരു കുട്ടി നമുക്കറിയാം, നമ്മൾ കുടുംബമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് എത്രയുണ്ട്? അതിന്റെ 10 ഇരട്ടി റിസ്ക് ഉണ്ട് ഒരു പെറ്റുള്ള കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ. അപ്പൊ മാഷന്മാരെ വെറുതെ അത് കേൾക്കുമ്പോൾ നമ്മ അല്ലാത്തവർ തോന്നുന്നത് എന്താ, മാഷന്മാര് വെറുതെ ഒരു ചിന്താഗതി. അത് ഒരിക്കലും ആ ഒരു ചിന്താഗതിയെ പിന്നെ മാഷന്മാർക്ക് അലവൻസ് ഗവൺമെന്റ് കൊടുക്കട്ടെ ടൂറിന് പോകാൻ. കുഞ്ഞിരാമ്പാടിനൊരു മുണ്ടാട്ടില്ല. എന്റെ അഭിപ്രായം, മാഷന്മാര് കുട്ടികളെ കൊണ്ടുപോകണം, അവരുടെ ചെലവിൽ തന്നെ കൊണ്ടുപോകണം. കാരണം എന്ന് പറഞ്ഞാല് കുട്ടികളുണ്ടെങ്കിലേ ഈ അധ്യാപകരില്ലൂ. അങ്ങനെ കയറി കയറി പോവല്ലേ അധ്യാപകർ. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ ഒരു നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പാട് പോകുന്നതിന് നമുക്കൊക്കെ അറിയാം. കുട്ടികളെ പിടിക്കാൻ വേണ്ടി പാതിരാത്രിക്ക് പോയിട്ട് ശരിയാണ് സ്കൂൾ ചേർത്ത കുട്ടികളെ ആടുന്ന് ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ചേർത്തിട്ട് ആ സ്കൂൾ നിലനിർത്തി വണ്ടിയാക്കിയിട്ട് പിന്നെ വേറെ സ്ഥലത്ത് നീടെ കൊണ്ട് പഠിപ്പിച്ചു. ജോലി നിലനിർത്തണമെങ്കിൽ കുറച്ച് ചെയ്യേണ്ടി. അല്ല, വേറെ കാര്യമുണ്ട്. ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ചില സമയം ഓരോ മാഷന്മാരും സ്കൂളിൽ കയറുന്നതും. ആയിക്കോട്ടല്ലോ, ഈ കൊടുക്കുന്ന ലക്ഷം 2 വർഷം കൂടെ അവന് കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരി തന്നെ. ജീവിതകാലം നേർന്ന് പോയില്ലേ അവസാനം വരെ? അല്ല, നമ്മൾ കാട് കയറി പോണ്ടെന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്കിവിടെ ഏതൊരു സ്കൂളിലും ഒരു PT ഉണ്ട്. അതുപോലെ തന്നെ അവർ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നതാണ് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെയും ടൂറിന് വിടണം. ആ കാര്യത്തിലോട് ഞാൻ സപ്പോർട്ട് ചെയ്യാം. കാരണം അത് വേണം. പാവപ്പെട്ട കുട്ടികൾ, അത് പാവപ്പെട്ട കുട്ടികൾ എവിടെയുള്ളത്? ഗവൺമെന്റ് സ്കൂളിൽ. അതെ. അല്ല, കുറച്ച് പൈസ ഉള്ളവന് മറ്റുള്ള അൺലൈഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ CBSE സ്കൂളുകളിലൊക്കെ വരുന്നു. അതിന് വേറെ കാര്യം സുരേഷേ, ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കുട്ടികളാണ് പഠിക്കുന്നത് നോക്കിയിട്ടുണ്ടായി. അവരാളെ കൊണ്ട് ചേർക്കൂല. അവര് വലിയ അവർക്കറിയാലോ, അവരെ കഴിവിനെ കുറിച്ച് അവർക്കറിയാലോ. അത് ഒരു ആ കാലഘട്ടം കഴിഞ്ഞില്ല മാഷേ. ഇന്ന് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരെന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസ ഇതുള്ളവരും നല്ല രീതിയിൽ കുട്ടികളെ എന്നാലും അവരെ കുട്ടികളെ ചേർക്കുന്നത് ആത്മാർത്ഥ കാണിക്കുന്നില്ല എന്നൊരു പരാതി. പണ്ട് കാലത്ത് സ്കൂൾ പൂട്ടുന്നല്ല പറഞ്ഞ സമയത്തൊക്കെ നമുക്കറിയാം, നമ്മൾ അടുത്തില്ല അധ്യാപകര് മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ചേർത്ത് അയാൾ ഗവൺമെന്റ് സ്കൂൾ അധ്യാപനാണ്. അയാൾ എന്നിട്ട് സമരത്തിന് ഇതിനെതിരായിട്ട് അത് നിങ്ങൾ ആരും ചോദ്യം ചെയ്തു കുട്ടികളെ കൊണ്ട് ചേർക്കേണ്ടി വന്നു തിരിച്ച്. ഇന്നുണ്ടല്ലോ, ഇന്ന് ഗവൺമെന്റ് സ്കൂളിൽ തന്നെ മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നില്ലേ മറ്റേ PT-യുടെ കാര്യം. അപ്പൊ കുട്ടികള് നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ, ആ കുട്ടികളെ PTA, നമുക്കൊരു PTA കമ്മിറ്റി ഉണ്ട് എല്ലാ സ്കൂളുകളും, അവരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആ കുട്ടികളെ കൂടെ കൊണ്ടുപോകണം. അവരെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ടൂറിന് പോകാൻ. അത് വേറെ പണ്ടൊക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടില് വലിയ വരുമാനം കിട്ടുമല്ലോ. അപ്പൊ പിള്ളേർ ടൂറിന് പോകുന്ന പറയുമ്പോൾ നമ്മളെ കയ്യിൽ തന്നെ പൈസ ഉണ്ടാവും, നമുക്ക് തന്നെ വിഷമം, എന്റെ കുട്ടി അങ്ങനെ പോകണല്ലോ. അപ്പൊ അങ്ങനെയില്ല കൂലി. ഇപ്പൊ സാധാരണക്കാരുടെ ആൾക്കാരുണ്ട്, അവരെ കുട്ടികൾ എന്തായാലും കൊണ്ടുപോകണം. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളൂ. അല്ല, നമുക്ക് ചിന്തിക്കേണ്ട കാര്യം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെ കൊണ്ടുപോകേണ്ട സമയത്ത് ഞാൻ പറയല്ല, മാഷന്മാർ സ്വന്തം പൈസ ഇപ്പം മൊത്തം ഇത്ര 10 മാഷന്മാർ പോകുന്നുണ്ടെങ്കിൽ മൊത്തം പിള്ളേരുടെ പൈസ അവരുമായിട്ട് ഡിവൈഡ് ചെയ്യാണ്ട് മാഷന്മാർ പറയണ 1-2 കുട്ടികളില്ലാത്ത നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഞങ്ങളെ ചിലവിൽ കൊണ്ടുപോകാം. ആ ഒരു തീരുമാനമാണ്. അല്ല, മാഷന്മാരെന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന റിസ്ക് അത് നമ്മൾ കണ്ടേ പറ്റൂ. അതിന്റെ പേരിൽ ചെലവിൽ മാഷന്മാർ പോകാൻ പാടില്ല ഇപ്പൊ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് പൊന്നു സുഹൃത്ത്, ഇത് കുട്ടികളുടെ ചെലവല്ലാന്ന്, അത് കുട്ടികളെ കൊണ്ടുപോകുന്ന റിസ്ക് ആണ് അവരെടുക്കുന്നത്. ഞാൻ അതിനോട് അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കുട്ടികളെ കൊണ്ടുപോകണ മാഷന്മാർക്ക് അതിന്റെ റിസ്ക് ഇല്ലേ? അവരിപ്പോ ഞങ്ങള് പൈസ എടുത്തിട്ട് അവര് ടൂറിന് പോകുന്നതല്ലോ, നമ്മുടെ സംരക്ഷകനായിട്ട്. സംശയിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലീസുകാർക്ക് എന്താ റിസ്ക് ഇല്ലേ?
തല്ലും പിടിയും സമ്മേളനത്തിന് അടക്കലും എന്തിന്റെ നിങ്ങൾ risk ന്? ഇല്ലാത്ത കാര്യം മാഷന്മാരെയും പോലീസിനെ ഒരുപോലെ ആക്കണം. അങ്ങനെയല്ല, എല്ലാത്തിനും റിസ്ക് ഉണ്ട്. അയ്യോ നിങ്ങൾ അങ്ങനെ പറയരുത്. എന്ത്? ഞാനില്ലേ ഇല്ല, പറയാനുള്ളൂ. മാഷന്മാര് എല്ലാ പൈസ കാര്യത്തിലും ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ആ. ഈ PTA ഫണ്ട് ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യത്തിന് അത് ഉപയോഗിക്കുക. നിവൃത്തിയില്ലാത്ത കുട്ടികളെ കൊണ്ടുപോകാൻ അത് സത്യം. എല്ലാ വർഷവും നമ്മളും PTA ഫണ്ട് കൊടുക്കുന്ന മറ്റു രീതിയിൽ ആൾക്കാരാണ്. ഒരു വാർഷികം നടത്താനോ മറ്റു രീതിയിലല്ല ഉപയോഗിക്കേണ്ടത്. അല്ല. ഈ ഒരു നമ്മൾ ബുദ്ധിമുട്ട് നമുക്ക് അതിനോട് യോജിക്കാം. ഇങ്ങനെയൊക്കെ സ്റ്റോപ്പ് ആവലടാ, ഒന്ന് നിർത്തിട്ടാ. ഇങ്ങനെ പോയാലേ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഭാഗത്ത്, അധ്യാപകർ ഒരു ഭാഗത്ത്, ഈ രീതി പോയാൽ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും അയ്യപ്പാ? സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ, ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.